ഇരുകുന്നം ശ്രീ ഭദ്ര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഞാനിവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ചെറിയ ലഘു നാടകമാണ്. ഇത് രണ്ടിൽ കഥാപാത്രങ്ങളുണ്ട്. സബലിസ്റ്റ് മുരുകനും കൊട്യം കുട്ടൻ എന്നൊരു കഥാപാത്രവും. താളഭംഗം. ഈ നാടകത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഞാൻ ആരംഭിക്കുന്നു. താളഭംഗം ഒരു കുടുംബത്തിൽ ഭംഗം വന്ന കഥയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരംഭിക്കുന്നു. നമസ്കാരം സാർ. ആരാ മനസ്സിലായില്ലല്ലോ? ഓ, ഞാനിവിടെ തന്നെ സാർ. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ അവിടെ, മറ്റന്നാൾ എവിടെയോ അവിടെ, അതിന്റെ പിറ്റന്നാൾ അവർ ജീവിച്ചിരിക്കുമെങ്കിൽ ഏതെങ്കിലും ചായക്കടയുടെ അടുക്കളയിൽ കാണും സാർ, കരിയും പോന്തി. ഓഹോ, അപ്പൊ ചായക്കട നടത്തുകയാണല്ലേ? ഈശ്വര, അത് കേട്ടപ്പോ രോമാഞ്ചകം ചുമന്ന് ശരീരം ആസേന ഇക്കിളിയാകുന്നു. ആ, ഞാനും ഒരു ചായക്കട നടത്തും. അതിനുശേഷമേ എന്റെ ചവക്കുഴിയിൽ കുന്താലമ്പല് കുരുക്കൂ. എന്താ പേര്? കൊട്ടിയം കുട്ടൻ, കോക്കു എന്നും ചിലർ വിളിക്കുന്നുണ്ട്. അങ്ങനെ എന്നെ വിളിച്ചവരിൽ പലരും എന്റെ കയ്യിൽ നിന്ന് അടി കൊണ്ടുകൊണ്ട് എന്റെ അമ്മോ എന്ന് വിളിച്ചോണ്ട് പാടിയിട്ടുണ്ട്. വിചിത്രമായിരിക്കുന്നല്ലോ. സാറിന്റെ അടി കേൾക്കുമ്പോഴൊക്കെ സന്തോഷം കൊണ്ട് എന്റെ ഗൽത്ത പറഞ്ഞു പോയിട്ടുണ്ട്. കുട്ടൻ എന്താ വന്നത്? ഞാൻ ഹോട്ടൽ കാപ്പിയിൽ നിന്നപ്പോൾ അകത്ത ഹാളിൽ പൊരിഞ്ഞ ക്യാമറ നൃത്തം. ഞാൻ ഓടി അടുക്കളയിൽ പോയി മാവുലത്ത് 2 തവിക്കോല് സംഘടിച്ച് ആരും കാണാതെ അത്ര മടിക്കാൻ തുടങ്ങി. മാവുല ഉടഞ്ഞു പോയി. അടുക്കള ഇളീക്കള മാവിൽ മുങ്ങി ഞാനൊരു വാഴയ്ക്ക പരി പോലെ. മാനേജർ സാർ കണ്ടുകൊണ്ട് വന്ന് എന്നെ തല്ലി തോയ മാവുല ആക്കി കളഞ്ഞു സാർ. വിചിത്രമായിരിക്കുന്നല്ലോ. സാറിന്റെ അടി കേൾക്കുമ്പോഴൊക്കെ സന്തോഷം കൊണ്ട് എൻ്റെ ഗൽത്ത പറഞ്ഞു പോയിട്ടുണ്ട്. കുട്ടനെ കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സാറേ, കൊട്ടിയം കുട്ടൻ ഒരു പരോപകാരിയാണ്. പക്ഷേ ഈ കൊട്ടിലൊന്ന് കൊട്ടിക്കൊട്ടി മരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നടന്നില്ല. ഞാൻ നിർഭാഗ്യവാനാണ് സാർ, നിർഭാഗ്യവാൻ. കരയാതിരിക്കൂ കുട്ടൻ, കരയാതിരിക്കൂ. ഇതിൽ കൊട്ടാൻ എന്താ തടസ്സം? നാളെ തന്നെ ഞാൻ താളം പഠിപ്പിക്കാം. എനിക്ക് സന്തോഷമായി സാർ. തബല പഠിക്കാൻ അവസരം കിട്ടി. ഇന്ത്യ മുഴുവനും കാണാൻ കഴിഞ്ഞു. ഇന്ത്യ മുഴുവനും കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷമല്ലേ കുട്ടൻ? സാറേ, ഈ ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യ നല്ലൊരു ഇന്ത്യയാണ് സാർ. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ ചേർന്ന് കിണ്ടിയാൽ പിന്നത്തെ ഇന്ത്യ. ഇതൊക്കെ മിണ്ടിയാലേ മണ്ടകണ്ടിയ. അതെന്താ കുട്ടൻ? പലർക്കും പല പേഷനായി ഇത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിലെ നാട് വിട്ട് ഇന്ത്യയിലെ എല്ലാ ഉരക്കുടിയും കിടന്ന് വേദന അനുഭവിച്ച് ഞാൻ ഒരു ദിവസം തിരിച്ചു വന്നു. കൊട്ടിയത്തല്ല, കുണ്ടാങ്കടവിൽ. കൊട്ടിയത്ത് 6 സെന്റ് പുരയിടവും ചാണകമഴി ഒരു കൊച്ചു പൂരയും പട്ടിണി കാരണം വിറ്റുപെറുക്കി കുണ്ടാങ്കടവിലുള്ള പുറമ്പോക്കിൽ എൻ്റെ കുടുംബം താമസിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഞാൻ അവിടെ ചെന്നു. അപ്പച്ചൻ മരിച്ചു പോയിരുന്നു. ഒരു അസ്ഥിപഞ്ചരം പോലെ എൻ്റെ അമ്മ ചാകാറായി കിടക്കുന്നു സാർ. ഒരു സഹോദരി ഉള്ളത് ആരോഗ്യമില്ലാതെ പുരനിറഞ്ഞു നിൽക്കുന്നു. അവളുടെ മിഴികൾ കണ്ടപ്പോ എനിക്ക് വീണ്ടും നാടുവിടുവാൻ കഴിഞ്ഞില്ല സാർ, കഴിഞ്ഞില്ല.
എന്റെ ആശകളൊക്കെ നശിച്ചു. അവസാനമെങ്കിലും താളം പഠിക്കുവാനുള്ള ആശയെങ്കിലും പൂർത്തീകരിച്ചിട്ട് തരില്ലേ സാർ? കുട്ടൻ, നീ എന്റെ മുമ്പ് കരയരുത്. എനിക്ക് വല്ലാതെ വിഷമിക്കുന്നു. അധികാരത്തിന് പടികടന്ന് അകലവും മടക്കി വാഴുമ്പോ പുരോഗതി എന്തെന്നോ അധോഗതി എന്തെന്നോ തരം തിരിച്ചറിയുവാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി കുട്ടൻ. ആർക്ക്? രാഷ്ട്രീയക്കാർക്ക്. അത് തെറ്റാണ്. അതാണ് ശരി. സാറേ, പട്ടിണി കിടന്ന് സഹോദരി പൊറ്റിയെങ്കിലും പഠിത്തം ഉപയോഗിച്ചില്ല. BA പാസ്സായി. ഒരു തൊഴിലിന് വേണ്ടി ഞാൻ കെഞ്ചി ടെസ്റ്റുകൾ എഴുതി എന്റെ കൈകളൊടിച്ചു. കാശില്ലാത്തതുകൊണ്ട് ആരും കരുണ കാട്ടില്ല. ഇവിടെ ആർക്കും മനുഷ്യത്വമില്ല, വിവരമില്ല. അങ്ങനെ വിവരക്കേട് പഠിച്ചത് കൊണ്ടാണ് ഇവിടെ ഈ രാജ്യത്തെ വിദ്യാലയങ്ങളിൽ കൂടിയാണ് സാർ ഈ രാജ്യം വിവരം കിട്ടത്, രാഷ്ട്രീയത്തിൽ കൂടി അല്ല. കുട്ടൻ, അതേ സാർ, മകന്റെ ദുഃഖം കണ്ട അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അവനെ കൊല്ലേണ്ടി വന്നാൽ പോലും വിവരമുള്ളവർ ധരിവിക്കൂ. നിർത്തൂ. ക്ഷമിക്കൂ സാർ, ക്ഷമിക്കൂ. ഞാൻ സാറിനെ വല്ലാതെ ശല്യം ചെയ്തു. ഞാൻ പോട്ടെ സാർ കരയരുത്. ഞാൻ പോട്ടെ. അവൻ പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ ഞെട്ടിക്കുന്നു. എന്താണ് അവൻ പറഞ്ഞത്? എന്റെ മകനെ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. എന്റെ മകന്റെ ഭാവി ഈ വിദ്യാഭ്യാസം കൊടുത്ത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഈശ്വര, ഞാൻ സ്വപ്നമാണോ കണ്ടത്? സാർ, ഞാൻ കണ്ടത് സ്വപ്നമല്ല. ദുഃഖങ്ങളോട് വിട പറയാനും ആത്മസംതൃപ്തി നേടുവാനും എന്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീധരത്തിന്റെ പേരിൽ ഒരു കയറിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. ജീവിത താളവംഗം ഒരു സൗഭാഗ്യമെന്ന് കരുതി ഞാൻ ഇതുവരെ നടന്നു. അവശേഷിക്കുന്ന ആഗ്രഹം ഒന്ന് മാത്രം, ഒന്ന് താളം കൊട്ടണം, ആത്മസുഖത്തോടെ മരിക്കണം. ഞാൻ ഇതിലൊന്ന് കൊട്ടിക്കോട്ടെ സാർ, ഒന്ന് കൊട്ടിക്കോട്ടെ. എനിക്ക് ജീവിതം കാത്തു നിൽക്കില്ല. ഞാൻ വിഷം കഴിച്ചു പോയി സാർ, വിഷം കഴിച്ചു പോയി.